ഹലോ, നമസ്കാരം. വിയറ്റ്നാം കാഴ്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് കൂച്ചി ടണലിൽ നിന്നും ലഞ്ചിനായി നിർത്തിയിടത്ത് വെച്ചാണ്. ലഞ്ച് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹോച്ചിമിൻ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് സ്ട്രീറ്റും മാർക്കറ്റും കാണാനാണ്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോച്ചിമിൻ സിറ്റിയിലൂടെയാണ്. ഇവിടം ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഹോച്ചിമിൻ സിറ്റിയുടെ സ്വഭാവം അനുസരിച്ച് രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് സ്പെഷ്യൽ സിറ്റി എന്നും മറ്റേത് മെട്രോ സിറ്റി എന്നും. സ്പെഷ്യൽ സിറ്റിയുടെ വിസ്തീർണം 6781 സ്ക്വയർ കിലോമീറ്ററും മെട്രോ സിറ്റിയുടെ വിസ്തീർണം 30,595 സ്ക്വയർ കിലോമീറ്ററുമാണ്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ സ്പെഷ്യൽ സിറ്റിയിൽ 1,46,02,598 മെട്രോയിൽ 2,25,52,900. വിയറ്റ്നാം യുദ്ധം എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ് വിശദമായി പറഞ്ഞ് സമയം കളയാത്തത്. എങ്കിലും ചുരുക്കി പറയാം. 1976 നമ്മൾ ഈ കാണുന്ന വിയറ്റ്നാം ഉണ്ടായത്. അതുവരെ നോർത്ത് വിയറ്റ്നാം എന്നും സൗത്ത് വിയറ്റ്നാം എന്നും രണ്ട് രാജ്യങ്ങളായിരുന്നു. 1955 വിയറ്റ്നാം യുദ്ധം ആരംഭിച്ചത്. അത് അന്നത്തെ നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും തമ്മിലായിരുന്നു. നോർത്ത് വിയറ്റ്നാം അന്ന് ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം അതായിരുന്നു ആ രാജ്യത്തിൻ്റെ പേര്. സൗത്ത് വിയറ്റ്നാം അന്ന് ഭരിച്ചിരുന്നത് അമേരിക്കയുടെ ഒരു പാവ ഗവൺമെൻറ് ആയിരുന്നു. റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം അതായിരുന്നു ആ രാജ്യത്തിൻ്റെ പേര്. 1955 തുടങ്ങിയ യുദ്ധം 1975 വരെ നീണ്ടു. അതായത് 1955 നവംബർ 1 ആരംഭിച്ച യുദ്ധം 1975 ഏപ്രിൽ 30 അവസാനിച്ചു. 19 വർഷവും 5 മാസവും 29 ദിവസവും നീണ്ടു നിന്ന യുദ്ധം. നോർത്ത് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ റഷ്യയുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നു. അതുപോലെ സൗത്ത് വിയറ്റ്നാമിൻ്റെ സഖ്യകക്ഷിയായി അമേരിക്കയും. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക തോറ്റു തുന്നൻ പാടിയ കഥകൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അവരുടെ ശേഷിപ്പുകൾ ഇപ്പോൾ നേരിൽ കാണുകയും ചെയ്തു. യുദ്ധാനന്തരം 3 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ഒന്ന് യൂണിഫൈഡ് വിയറ്റ്നാം, അതായത് ഇന്നത്തെ വിയറ്റ്നാം. 2 കംബോഡിയ, 3 ലാവോസ്. ആയിരത്തി 1955 യുദ്ധം തുടങ്ങിയെങ്കിലും അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങിയത് 1965 മാർച്ച് 8 3500 ഭടന്മാരുമാണ് നോർത്ത് വിയറ്റ്നാമിനെ നേരിടാൻ അന്ന് പേർ ഇറങ്ങിയത്. പിന്നീട് കഥയാകെ മാറി. യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് 58,220 ഭടന്മാരെയാണ്. 1,50,000 പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു. ഇതിൽ 21,000 പേർക്ക് പെർമനന്റ് ഡിസേബിളായി. അമേരിക്ക ഏറെ ദുഃഖിപ്പിച്ചത് മരിച്ചവരുടെ ശരാശരി പ്രായം വെറും 23 വയസ്സായിരുന്നു എന്നുള്ളതാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ 7,91,000-നും 14,41,000-നും ഇടയിൽ ആളുകൾ മരിച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം
$135 ബില്യൺ അന്ന് യുദ്ധത്തിനായി അമേരിക്കയ്ക്ക് ചിലവായത്. തുടർ ചിലവുകൾ ഉൾപ്പെടെ 2015 വരെയുള്ള ആകെ ചിലവ് $1 ട്രില്യൺ. സൈഗൺ ആയിരുന്നു സൗത്ത് വിയറ്റ്നാമിൻ്റെ 1975 വരെയുള്ള തലസ്ഥാനം. 1976 യൂണിഫൈഡ് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഇവിടെ നിന്ന് ഹനോയിലേക്ക് മാറ്റി. ഇവിടെ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെയാണ്. ആളുകൾ തെരുവോരത്തിരുന്ന് ഭക്ഷണം കഴിക്കും. മാർക്കറ്റ് തിരഞ്ഞു ചെന്നപ്പെട്ടത് മലയാളികളുടെ അടുത്ത്. 6 മണിക്ക് ക്ലോസ് ചെയ്യും. 6 മണിയല്ലല്ലോ, 9 മണിക്കല്ലേ? 9 മണി വരെ ഇല്ലയോ? കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് തളങ്കര. നാട്ടുസഞ്ചാരി. ബെസ്റ്റ് ഓഫ് ലക്ക്. സബ്സ്ക്രൈബ് ചെയ്യണം. അവർ തിരികെ നാട്ടിൽ പോകാൻ തിരക്കിലായതിനാൽ കൂടുതൽ കുശലം ചോദിച്ചില്ല. ആ കാണുന്നതാണ് ഇവിടുത്തെ പ്രശസ്തമായ ചോബൻ മാർക്കറ്റ്. എന്തും കിട്ടുന്നൊരു മാർക്കറ്റ്. ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാനായി ഒരു സ്ഥലം നോക്കി നടക്കുകയാണ്. വളരെ ഇടുങ്ങിയ വഴികളും ഇരുവശങ്ങളിലും കടകളും ബ്രാഞ്ചും സബ് ബ്രാഞ്ചും ഒക്കെയായി ഒരു വല്ലാത്ത ശൃംഖല. മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷെ കടക്കാരന് വീഡിയോ ചലർത്തിയാണെന്ന് തോന്നുന്നു. ഓരോരോ അവതാരങ്ങൾ. ഇന്നത്തെ കാലത്ത് എന്ത് രഹസ്യം? ഒളി ക്യാമറകൾ സുലഭമായി കിട്ടുമെന്ന് ഈ കിഴങ്ങനറിയില്ല. മാർക്കറ്റിലെ കാഴ്ചകളൊപ്പം വിയറ്റ്നാമിനെ കുറിച്ച് പറയാം. അപ്പോൾ ബോറടിക്കില്ല. 1698 വരെ കംബോഡിയയുടെ ഭാഗമായിരുന്നു വിയറ്റ്നാം. 1862 മുതൽ 1949 വരെ ഫ്രഞ്ച് കൊച്ചിൻ ചൈനയുടെ തലസ്ഥാനമായിരുന്നു സൈഗൺ. ഫ്രഞ്ച് കൊച്ചിൻ ചൈന ഫ്രഞ്ച് ഇൻഡോ ചൈനയുടെ ഭാഗവും. പേരിൻ്റെ കൂടെ കൊച്ചിനുണ്ടെന്ന് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ കൊച്ചിയല്ല ഈ കൊച്ചി. ഫ്രഞ്ച് കോളനി ഭരണത്തിന് ശേഷം ഇവിടെ ജപ്പാൻകാരുടെ കോളനിയായി. ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച് ജപ്പാൻ ഇവിടെ പിടിച്ചെടുത്തു. തുടർന്ന് ജപ്പാൻകാരെ ഓടിച്ച് അമേരിക്ക ആധിപത്യം സ്ഥാപിച്ചു. അവർ നേരിട്ട് ഭരിക്കാതെ ഇവിടെ ഒരു പാവ ഗവൺമെന്റിനെ പ്രതിഷ്ഠിച്ചു. 1975 നോർത്ത് വിയറ്റ്നാം ഇവിടം കീഴടക്കും വരെ ആ പാവ ഗവൺമെന്റ് ഷോപ്പിംഗ് നടത്താൻ പറ്റിയൊരിടം. പല വിലക്കുള്ള സാധനങ്ങൾ കിട്ടും. അതായത് ഒറിജിനലും ചാത്തനും. സൂക്ഷിച്ചില്ലെങ്കിൽ പെടും.
നല്ലപോലെ ബാർഗെയിൻ ചെയ്ത് നോക്കി വാങ്ങിയാൽ ലാഭകരമാണ് ഇവിടുത്തെ ഷോപ്പിംഗ്. ഭാഷ ഒരു പ്രശ്നമാണെന്ന് മാത്രം. ഇവിടെ ഒരു കുട്ടി കച്ചവടക്കാരൻ, ഇംഗ്ലീഷ് അറിയും, പക്ഷെ അവൻ തീരെ ചെറിയ കുട്ടിയല്ല, 20 വയസ്സ് എന്നാണ് അവൻ പറയുന്നത്. അവൻ അടിപൊളി, അവന്റെ സൗകര്യമാണ്. 50 രൂപയല്ലേ? Name. Name or my name? How? Yes. How? Yes. Oh my gosh. Oh my God. He know English very well. You know English? Yeah. Yes. Some more English. You are studying? Yes. I have some more English. Person English. Yes. നിന്നെ കണ്ടിട്ട് നല്ല തോന്നുന്നില്ല. ഷോള് കേട്ടോ, നല്ല തുണി ക്ലോത്ത്. എത്ര രൂപയുണ്ട് ഇത്? This one is free. I made. 100. 100. Now okay, I say what you for like 400. 100. How much? 100. 200. 100. 200. You need. We need only that. This one no? അതല്ല, 450. Yeah, yeah, This one selling make നൂല്. 450. This one. എല്ലാം 100 Yes. ഇതന്ന് ഇന്നലെ അവിടെ പറഞ്ഞു എത്രയായിരുന്നു? സീമാ ചേച്ചി This വലിയ one നക്ഷത്രമാണ് 550. വാങ്ങിച്ചത്. This one the different 550. Open it. This one. ഒന്ന്. You see me? How much? How are you? How old are you? How old are you? How old are you? 20. 20? No. Yeah, I'm soon. You're 12 years old. No. അല്ല. Yeah, I'm here finish school. Finish school. I'm here 20. Yes. Okay. Yes. God bless you. Anyway. I will see you again. Yes. Thank you. Sign like mom. Mom. അമ്മ അല്ല, You grandma. have the I know. you have the How old are you? girl. You have 20. 20. 20. Yes. You have the girl. You have the girl. No Boy. girl. Boy. 20. എന്തായാലും ഞങ്ങൾക്ക് അവനെ ഇഷ്ടപ്പെട്ടു. കുറേ സാധനങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്ത് സാധനത്തിൻ്റെ വില ചോദിച്ചാലും ഇവിടെ ഇങ്ങനെ കാൽക്കുലേറ്ററിൽ അടിച്ചു കാണിക്കും. അതാണ് ഇവിടുത്തെ കച്ചവട രീതി. 600 കേട്ടോ. വെയിറ്റുള്ളതാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ പിന്നല്ലാതെ. 200 പറഞ്ഞു. എല്ലാം ഇരുന്ന് മടക്കുണ്ടാവും. ഭയങ്കര വെയിറ്റ്. ആണോ? അപ്പോൾ എന്തൊക്കെ ഇത് വെയിറ്റ് ഉള്ളതല്ല. ഇത് പേളല്ല. ഇത് പേളല്ല. ഇത് വേണ്ട. പേളല്ലല്ലോ. അല്ല അത് ഓക്കെ. ഇത് പേള ഒറിജിനൽ പേള്. ഇവിടെ ഒറിജിനൽ പേളും ഡ്യൂപ്ലിക്കേറ്റ് പേളും ഉണ്ട്. ശ്രീമതി ആ പേൾ മാലയിൽ നോട്ടമിട്ടിട്ടുണ്ട്. ഒറിജിനൽ പേൾമാല കയ്യിൽ വെച്ചിട്ടാണ് ഈ ആക്രാന്തം. എന്താ അല്ലേ? I show you. I see you. This one ഇത് പേള. expensive. അത് ചിലപ്പോൾ പേളായിരിക്കും. Expensive. And that for one. അതിന് വില കാണും. അത് വില ടേക്ക് ഇറ്റ് ഔട്ട്. എത്ര ചോദിക്കണേ?
800 32 3200 രൂപയായി. തിരികെ വന്ന വഴി കണ്ടുപിടിക്കാൻ പാടുപെടുകയാണ്. രാത്രി ആയതിനാൽ വഴിയാകെ തെറ്റി. കുറേ നേരമായി പല വഴികളിലൂടെ അകത്തേക്കും പുറത്തേക്കും കയറി ഇറങ്ങി നടക്കുകയാണ്. ഇടയ്ക്ക് കൂട്ടത്തിലുള്ളവരെ കണ്ടുമുട്ടി. അവസാനം അകത്തേക്ക് പോയ ഗേറ്റ് കണ്ടെത്തി. ഇനി ഹോട്ടലിലേക്ക് പോകാനുള്ള വഴി അറിയാം. രാത്രി നല്ല തിരക്കുണ്ട് റോഡിൽ. നമ്മൾ താമസിക്കുന്നത് ആ കാണുന്ന ഹാപ്പി ലാൻഡ് എന്ന ഹോട്ടലിലാണ്. ഫുഡ് സ്ട്രീറ്റുകൾ സജീവമായിട്ടുണ്ട്. റാവുത്തർ സാറിന് മസാജ് ചെയ്യാനൊരു മോഹം. ഞാനും കൂടെ ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയാണ്. നാളെ തിരികെ പോകുന്നതിന് മുമ്പ് ഏർലി മോർണിംഗ് ടൈമിൽ മസാജ് ബുക്ക് ചെയ്തു. ബാക്കി നാളെ കാണാം. വീണ്ടും വാഹനത്തിൽ ഡിന്നറിനായി പോവുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റുകൾ മിക്കവയും ചെറിയ റോഡുകളുടെ വശത്താവും ഉണ്ടാവുക. അവിടേക്ക് വലിയ ബസ്സുകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നടന്നു വേണം പോകാൻ.
ഇവിടെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, കൂടെ എതിർവശത്ത് ഇതും. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. അതുവരെയും ഗുഡ് ബൈ.